കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ മൈനർ ശസ്ത്രക്രിയക്കിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് ആശുപത്രി വളഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ മാർച്ച് പുലിക്കുന്ന് ജംഗ്ഷനിൽ വെച്ച് ബാരിക്കേഡ് വച്ച് പോലീസ് തടഞ്ഞു. എന്നാൽ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ ആവേശപൂർവ്വം ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നു. ആശുപത്രി ഗേറ്റിൽ വെച്ച് പോലീസ് തടഞ്ഞു നിർത്തി. കനത്ത പ്രതിഷേധമാണ് കാസർഗോഡ് കാണപ്പെട്ടത്. ഉന്തും തള്ളും പല പ്രവർത്തകർക്കും പരിക്കേറ്റു. ഒരു പോലീസുകാരന് ഓട്ടത്തിനിടയിൽ റോഡിൽ നിലത്തടിച്ച് വീണ് പരിക്കേറ്റു. ബേഡകം തലേക്കുന്നിലെ അഷ്റഫ് സഖാഫി ബുസ്ര ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഇല്യാസ് ആണ് മരണപ്പെട്ടത്. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഇല്യാസ്. ഈ 9 വയസ്സുകാരന് ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അനസ്തേഷ്യ നൽകിയത്. രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ച കുട്ടിയെ മരണപ്പെട്ടതായി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഡോക്ടർമാർ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത്. ശസ്ത്രക്രിയക്കിടെ 2 തവണ കുട്ടിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായതായി ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. ശസ്ത്രക്രിയയിലുണ്ടായ പാകപ്പിഴവും കൈയബദ്ധവുമാണ് കുട്ടിയുടെ മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇതേ തുടർന്ന് വിവിധ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്തു പ്രതിഷേധത്തിനിറങ്ങി. ഇന്ന് ഡിവൈഎഫ്ഐ ആണ് ആദ്യമായി മാർച്ച് നടത്തിയത്. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ.